എടി വാ നമുക്ക് ആ പൂന്തോട്ടം നനയ്ക്കാം. ഞാൻ ഇന്നലെ നമ്മുടെ ആ പൂന്തോട്ടത്തിൽ പോയിട്ട് ആ റോസാ ചെടി എന്നൊരു പൂവ് പറിച്ച് എന്റെ തലയിലൊന്ന് വെച്ച് എന്റെ മോളെ 10 വയസ്സ് കുറഞ്ഞ പോലെ അകത്ത് എന്ന് കണ്ണാടി നോക്കിയപ്പം പഴയ നടി ജയഭാരതി തന്നെ. നിനക്ക് തിമിരത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാ? ഇല്ല. അത് കഴിയുമ്പോ ഈ തോന്നലുകളൊക്കെ മാറിക്കോളും. തമാശ കളിക്കേണ്ടത് വെള്ളം നനയ്ക്കാം. അയ്യോ ജാനകി 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 ഓക്കെ ഞാൻ സ്കൂള് കാലം തൊട്ട് പ്രേമിച്ച എന്റെ ജാനകിയാണത്. ഇത് ആ ഫ്രണ്ടിൽ പോയതോ? ആ ഫ്രണ്ടിൽ പോയത്. എനിക്ക് ജാനകിയാന്ന് ഉറപ്പുള്ള കാര്യം എന്താ പറയുക, ജാനകി പണ്ടും ഇതേപോലെ എന്റെ അടുത്തൂടെ പോവാൻ നേരത്ത് അവക്കൊരു സുഗന്ധദ്രവ്യത്തിന്റെ ഒരു മണം വരും. അയ്യോ, അപ്പൊ എനിക്കറിയാം അത് ജാനകിയാത്. അത് അവളുടെ സുഗന്ധദ്രവ്യത്തിന്റെ മണമല്ല, ഞാൻ എന്റെ മുട്ടയിലെ വല്ല തർപ്പം തൈരം തേച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ സ്മെല്ല. അട്ട ഊച്ചിയ മണമാണ്. അങ്ങനെ പറയല്ല, ജാനകിയെ കണ്ട എനിക്കറിയാം. അയ്യോ, അന്ന് ഞങ്ങള് പ്രേമം ഒന്നും നടന്നില്ല കേട്ടോ. കാരണം 16-ാമത്തെ വയസ്സിൽ അവള് വീട് മാറ്റി ഞാൻ കൊണ്ടുപോയി. അവരച്ഛന് ജോലിയിൽ ട്രാൻസ്ഫോമർ കിട്ടി. ട്രാൻസ്ഫോമർ അല്ലടാ, ട്രാൻസ്ഫർ. അതെനിക്ക് പറയാൻ കിട്ടത്തില്ല. അതാ അപ്പൊ അങ്ങനെ കിട്ടി അങ്ങ് പോയതല്ലേ. ദൈവമായിട്ട് അവിടെ കൊണ്ടുവന്ന് എന്റെ ജാനകി ഇവിടെ കൊണ്ടുവന്ന്. അപ്പൊ നിന്റെ കാമുകി ജാനകിയാണത്. വരുന്നില്ല. നീ അവളോട് എന്ത് പറയാൻ പോവാ? ഇഷ്ടമാണെന്ന് പറയാൻ പോണു. ഉറപ്പായിട്ടും പറയോ? പിന്നെ അതിനുള്ള ഞാൻ കുറ്റുണ്ടോ? എനിക്കിത് അവളെ വേണം. അപ്പൊ നിന്റെ ഇഷ്ടം നീ അങ്ങനെ തുറന്നു പറ. പിന്നെ നീ പറയുമ്പോ അവളുടെ കൂടെ നടക്കണ അപ്പൊക്കം കുറഞ്ഞവളില്ലേ, എന്റെ ഇഷ്ടം അവളോടും പറഞ്ഞേര്. അതെന്തിനാ? അല്ല, വാഴ നനയുന്നതിന്റെ കൂടെ ചീരയും കൂടെ നനഞ്ഞോട്ടെ. ആ ചീര സ്ഥിരമായിട്ട് നനച്ചോണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. ആണോ? നീ വല്ലോ അതിന്റെ അടുത്ത് കൂടെ നടക്കുന്ന മറ്റേ പേരെന്നാ? അതൊരു കയ്യൂന്നിയുണ്ട്. അതിനെ നനയ്ക്ക്.